Paper 2 question number 11 നോക്കാം. A bookshelf contains 6 distinct books of mathematics, 5 distinct books of physics. From these 11 books, 6 books are chosen at random. Let x be the absolute value of the difference between the number of mathematics books chosen and the number of physics books chosen. Alpha is the mean of the random variable x. Then the value of 77 alpha is. Simple question ആട്ടോ, straightforward. Mathematics book ഉണ്ട്, physics book ഉണ്ട്, mathematics 6 എണ്ണം ഉണ്ട്, physics 5 എണ്ണം ഉണ്ട്. ഓക്കെ, അത് എത്ര ചൂസ് ചെയ്യുന്നുള്ളതും കറസ്പോണ്ടിങ് എക്സിന്റെ വാല്യൂ, കറസ്പോണ്ടിങ് കൗണ്ടിങ് കേട്ടോ. എൻ ആണ് ഞാൻ എഴുതുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എൻ ബൈ ടോട്ടൽ കേസ്. ടോട്ടൽ എത്ര ആയിരിക്കും? 6 ബുക്സ് ആർ ചോസൺ. അപ്പോൾ 11C6 ആയിരിക്കും ഡിനോമിനേറ്റർ വരാൻ പോകണം കേട്ടോ. അപ്പോൾ തൽക്കാലം എൻ എഴുതാൻ പോവാണ്. എൻ ബൈ 11C6 ആയിരിക്കും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി കേട്ടോ. അതിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സം എടുക്കുകയാണ് എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എമ്മിന്റെ വാല്യൂ എന്താവാം? 0 പറ്റില്ല. 0 വന്നു കഴിഞ്ഞാൽ 5 ഫിസിക്സ് ബുക്കേ ആകുള്ളൂ, 6 എണ്ണം കിട്ടില്ലല്ലോ. അപ്പൊ 1 5 വരാം. അപ്പൊ കറസ്പോണ്ടിങ്ങിൽ ഇത് 4 വരാം. പിന്നെ 2 എണ്ണം വരാം, 4 എണ്ണം വരാം, 3 3 4 2 5 1 6 0. ഇവിടുത്തെ കേസിൽ അത് 2 ആണ്, 0 ആണ്, 2 ആണ്, 4 ആണ്, 6 ആണ്. എൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കൗണ്ടിങ് എത്ര വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൗണ്ടിങ് പറയുമ്പോൾ 6C1 ഇൻറ്റു 5C5. ഇവിടെ പിന്നെ ഇത് വരാൻ പോണത് എത്രയാ? 6C1 ഇൻറ്റു 5C5 ആണ് വന്നത്. പിന്നെ ഇവിടെ വരാൻ പോണത് 6C2 ഇൻറ്റു 5C4. ഓ, ഇത് കാൽക്കുലേഷൻ ഉണ്ട്. 6C3 ഇൻറ്റു 5C3. പിന്നെ 6C4 ഇൻറ്റു 5C2. 6C5 ഇൻറ്റു 5C1. 6C6 ഇൻറ്റു 5C0. അപ്പോൾ ഇവിടെ ഓരോ വാല്യൂസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 6 ആണ് ഇവിടെ വരാൻ പോണത്. ഈ വാല്യൂ 6 ആണ് വരാൻ പോണത്. ഈ വാല്യൂ 5ഉം 6 30 15 75 ആണ് വരാൻ പോണത്. ഇവിടെ 6C3 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 5 ഇൻറ്റു 4, അപ്പോൾ 20ഉം 5C3 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 2 5C3. കാൽക്കുലേഷൻ തെറ്റരുത് കേട്ടോ. 5C3 എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ആണ്. അത് 10 വരാൻ പോണേ, 10. അപ്പോൾ ഇവിടെ വരാൻ പോണേ എനിക്ക് തോന്നണേ 6C3 എത്ര കിട്ടിയത്? 6C3 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ, അപ്പോൾ 20 കിട്ടണേ. അപ്പോൾ ഇവിടെ അല്ല, ഇവിടെ 200. കുഴപ്പമില്ല, അത് തെറ്റിയാലും കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് കേട്ടോ. സോ ദിസ് ഇസ് 200 ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി 6C4. 6C4 എന്ന് പറഞ്ഞ സാധനം എത്ര വരാൻ പോണത് വെച്ചാൽ 15ഉം 6C4 15 ആണ്. 15 ഇൻറ്റു 5C2 എന്ന് പറയുമ്പോൾ 10. അപ്പോൾ ഇവിടെ 150 വരും. 150. ഇവിടെ 6 ഇൻറ്റു 5 30 വരും. ഇവിടെ അത് 6 വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ വേഗം എഴുതാം കേട്ടോ. എക്സ്പെക്റ്റഡ് വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഇൻറ്റു 6 24 പ്ലസ് 150 പ്ലസ് 0 പ്ലസ് 300 പ്ലസ് 120 പ്ലസ് 36. അപ്പോൾ 24 പ്ലസ് 150 പ്ലസ് 300 പ്ലസ് 120 പ്ലസ് അല്ല 36 അല്ല, ഇവിടെ 1 ആണ്. 1. അപ്പോൾ 6 ആണ് വരിക, 6. അപ്പോൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 300ഉം 600 വരും. 600 വരും. ഓക്കെ, ഓഫ് കോഴ്സ് പ്രോബബിലിറ്റി ആയതുകൊണ്ട് ഡിവിഷൻ ബൈ 11C6 ഉണ്ടായിരുന്നു കേട്ടോ. ബൈ 11C6 ഉണ്ടായിരുന്നു. നേരത്തെ ഇത് കൗണ്ടിങ് മാത്രമായിട്ടുള്ളൂ. 11C6 എന്ന് പറയുമ്പോൾ 11 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ 5 ഫാക്ടോറിയൽ ആണേ. അപ്പോൾ 7 ഇൻറ്റു 8 ഇൻറ്റു 9 ഇൻറ്റു 10 ഇൻറ്റു 11 ഡിവൈഡഡ് ബൈ 120. അതൊന്നും എനിക്ക് തോന്നുന്നു കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. $462 ആണ് വരുന്നത്. 462 ആണ് വരുന്നത്. അതായത് ദിസ് ഇസ് 6 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇത് 6 ഇൻറ്റു 77 ആണ്. അപ്പോൾ 77 ആൽഫ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ആൻസർ 100 വരാം. നല്ല നമ്പർ കേട്ടോ. 100 വരുന്ന രീതിയിലാണ് അവർ പ്രോബ്ലം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല.
തെറ്റിക്കാണ്ട് ചെയ്താൽ മതി.